നമസ്കാരം. 1973 ഓഗസ്റ്റ് 23 സമയം രാവിലെ 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ആ സമയത്താണ് ഒരു 40 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു വ്യക്തി സോർജസ് ക്രെഡിറ്റ് ബാങ്കിലേക്ക് കയറി വരുന്നത്. അയാൾ ഒരു കോട്ടൊക്കെ ധരിച്ചിട്ടുണ്ട്. ആ കോട്ടിന്റെ ഒരു ഭാഗം അയാളുടെ വലത് കൈയിൽ അങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ആ ബാങ്കിലേക്ക് അയാൾ കയറി വരുമ്പോൾ ബാങ്കിനകത്ത് ഒത്തിരി ആളുകളുണ്ട്. ബാങ്കിന്റെ നോർമൽ ആക്ടിവിറ്റീസ് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ മനുഷ്യൻ കടന്നു വരുന്നത്. അയാൾ വന്ന ഉടൻ അയാളുടെ വലത് കൈ ഒന്ന് ഉയർത്തി. അയാൾ മുകളിലേക്കാണ് ഉയർത്തിയത്. മുകളിലേക്ക് അയാൾ വലത് കൈ ഉയർത്തുന്നത് പല ആളുകളെയും കണ്ടു. പക്ഷെ അടുത്ത നിമിഷത്തിൽ അവർ കാണുന്നത് അയാളുടെ വലത് കയ്യിൽ നിന്ന് ഗണ്ണ് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതാണ്. പെട്ടെന്ന് അയാൾ ട്രിഗർ വലിച്ചു. മേൽക്കൂരയിലേക്ക് തുരുതുര വെടിയുതിർക്കുന്ന ശബ്ദം കേട്ട് ആ ബാങ്കിനകത്തുണ്ടായിരുന്ന കസ്റ്റമേഴ്സും ജീവനക്കാരും അമ്പരപ്പോടെ ആ വെടിയുടെ കേന്ദ്രത്തിലേക്ക് നോക്കുമ്പോൾ അവരെ കാണുന്നത് സ്ത്രീകളുടെ വിഗ് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനെയാണ്. അയാളുടെ മുഖത്ത് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, കറുത്ത കണ്ണടയും വെച്ചിട്ടുണ്ട്. ലേശം കൗതുകമുള്ള ഒരു രൂപമാണ് ആ വ്യക്തിക്കുള്ളത്. അയാളുടെ കയ്യിലിരിക്കുന്ന സബ് മെഷീൻ ഗണ്ണിൽ നിന്നാണ് അയാൾ നിറയൊഴിച്ചിരിക്കുന്നത്. ആളുകൾ അമ്പരപ്പോടെ ആ വ്യക്തിയെ അങ്ങനെ നോക്കുമ്പോൾ അയാൾ ഉറക്കെ പറഞ്ഞു, പാർട്ടി തുടങ്ങി, എല്ലാവരും നിലത്ത് കിടക്കും, കളി ഇപ്പോ എന്റെ നിയന്ത്രണത്തിലാണ്. അയാള് ഒരു പ്രത്യേക താളത്തിൽ ഒരു പ്രത്യേക രീതിയിലാണ് ആ ഡയലോഗ് പറഞ്ഞത്. അത് കേട്ടതും ആ ബാങ്കിനകത്തുണ്ടായിരുന്ന കസ്റ്റമേഴ്സും ജീവനക്കാരും ഉൾപ്പെടെ എല്ലാവരും തറയിലേക്ക് കിടന്നു. മെഷീൻ ഗണ്ണുമായി നിൽക്കുന്ന ഒരാള് ആജ്ഞാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. സകല ആളുകളും ആ തറയിലേക്ക് അങ്ങനെ കിടന്നു കഴിഞ്ഞതും ആ മനുഷ്യന്റെ കണ്ണ് ഒരു ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് അവരിങ്ങനെ സ്കാൻ ചെയ്യുന്ന ആ സമയത്ത് അയാളുടെ കണ്ണ് കടന്നു പോയി കഴിഞ്ഞ ഭാഗത്തുള്ള ഒരാൾ പതുക്കെ തല ഉയർത്തിയിട്ട് സമീപത്തുള്ള അലാറത്തിൽ ഒന്ന് സ്പർശിച്ചു. ആ നിമിഷത്തിൽ പുറത്ത് റോഡിലുണ്ടായിരുന്ന പോലീസുകാര് ആ അലാറ ശബ്ദം കേട്ടു. അവര് ഉടൻ തന്നെ ബാങ്കിനുള്ളിലേക്ക് ഓടിക്കയറി. അകത്തേക്ക് ഓടി വന്നത് 2 പോലീസുകാരാണ്. ആ പോലീസുകാരെ കണ്ടതും ആ മനുഷ്യൻ ഗണ്ണ് അവർക്ക് നേരെ തിരിച്ചു. അകത്തേക്ക് ഓടി വന്ന ആദ്യത്തെ പോലീസുകാരന്റെ കയ്യിൽ തന്നെ വെടിയേറ്റു. രണ്ടാമത്തവൻ ആ കാഴ്ച കണ്ട് ഭയന്നു പോയതും ആ സബ് മെഷീൻ ഗൺ കയ്യിൽ കരുതിയിരിക്കുന്ന ആ വ്യക്തി ആ പോലീസുകാരനോട് അവിടെയുള്ള കസേര ഇരിക്കാൻ പറഞ്ഞു. അയാളെ കസേര ഇരുന്നതും അയാളോട് തികച്ചും രസകരമായ ഒരു ആവശ്യമാണ് ആ ഗൺധാരി ഉന്നയിച്ചത്. ഏയ് പോലീസുകാരാ, ഒരു പാട്ട് പാടും. ശരിക്കും ആ ബാങ്കിനുള്ളിലെ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു അതിശയം പ്രദാനം ചെയ്തുകൊണ്ടാണ് ആ പോലീസുകാരനെ കസേരയിലിരുത്തി ആ തോക്കുധാരി പാട്ട് പാടിപ്പിക്കുന്നത്. ഭയന്നുപോയ പോലീസുകാരൻ എന്തായാലും പാടി തുടങ്ങി. ആ പോലീസുകാരൻ പാടി കഴിഞ്ഞതും ആ തോക്കുധാരി ആ പോലീസുകാരനെയും അയാളുടെ ആ വെടിയേറ്റ സുഹൃത്തിനെയും ആ ഹാളിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന കസ്റ്റമേഴ്സിന് മുഴുവൻ അയാൾ പുറത്തേക്ക് വിട്ടു. അവശേഷിക്കുന്നത് 4 ജീവനക്കാരാണ്. ആ 4 ജീവനക്കാര് മാത്രമായതും അയാൾ ആ ബാങ്കിന്റെ വാതിലങ്ങ് ക്ലോസ് ചെയ്തു. അതിനുശേഷം അയാൾ അവിടെ നിന്ന് ഒരു ഫോൺ എടുത്ത് അതിൽ നിന്ന് പോലീസിനെ വിളിച്ചു. എൻ്റെ പേര് ജാൻ എറിക് ഓൾസൺ എന്നാണ്. ഞാനിവിടെ സോർജസ് ക്രെഡിറ്റ് ബാങ്കിനകത്തുണ്ട്. ഇവിടെയുള്ള ജീവനക്കാർ ഇപ്പൊ എൻ്റെ ബന്ധികളാണ്. ഇവരെ ജീവനോടെ തിരിച്ചു വേണമെങ്കിൽ എനിക്ക് $7 ലക്ഷം വേണം. അതോടൊപ്പം എൻ്റെ ജയിലുള്ള സുഹൃത്തിനെ എനിക്കിവിടെ കിട്ടുകയും വേണം. ഞങ്ങൾക്ക് 2 പേർക്കും ഇവിടുന്ന് പുറത്തേക്ക് പോകാനായി ഒരു വാഹനവും വേണം. അത് എത്രയും പെട്ടെന്ന് എത്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത ജാൻ എറിക് ഓൾസൺ ആ ബന്ദികളെ നേരെ കൊണ്ടുപോയത് ആ ബാങ്കിലെ വോൾട്ട് റൂമിലേക്കാണ്. ഒരു കൂറ്റൻ വാതിലാണ് വോൾട്ട് റൂമിന് എപ്പോഴും ഉണ്ടാവുക. ആ ബാങ്കുകാരെ കൊണ്ട് തന്നെ ആ വോൾട്ട് റൂം തുറപ്പിച്ച് അതിനകത്തേക്ക് ഓൾസൺ കയറി. ഓൾസൺ അകത്തേക്ക് കയറുമ്പോൾ അയാൾക്കൊപ്പമുള്ള ബന്ദികളിൽ 3 പേർ സ്ത്രീകളും ഒരാള് പുരുഷനുമാണ്. ആ ബന്ദികളാകെ ഭയന്നിട്ടാണ് അയാൾക്കൊപ്പം അകത്തേക്ക് കയറിയിരിക്കുന്നത്. അവിടെ ആ വോൾട്ട് റൂമിൽ അനവധി ലോക്കറുകളുണ്ട്. ആ ലോക്കറുകളിലൊക്കെ ഉള്ളത് നോട്ട് കെട്ടുകളാണ്. സ്വീഡിഷ് കറൻസിയാണ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ കറൻസികൾ നിറയെ ഇരിക്കുന്ന ആ വോൾട്ട് റൂമിലേക്ക് ആ 4 പേരുമായി കടന്ന് ഓൾസൺ പറഞ്ഞ കാര്യം ഇതിനിടയിൽ പോലീസ് അറിഞ്ഞിട്ടുണ്ട്. പോലീസ് അല്ലാതെയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ തിരക്കേറിയ ടൗണിലെ ആ പ്രധാന ബാങ്കിനകത്തേക്ക് ഒരാൾ തോക്കുധാരിയായി കടന്നെന്നും അതിനകത്തുള്ള ജീവനക്കാരെ ബന്ദികളാക്കിയിരിക്കുകയാണെന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന ആ 2 പോലീസുകാരും അതോടൊപ്പം അവിടെ നിന്ന് രക്ഷപ്പെട്ട ബാക്കിയുള്ള ആളുകളും പോലീസിനോട് വ്യക്തമാക്കി. ആ ആളുടെ കയ്യിലുള്ളത് ഒരു മെഷീൻ ഗണ്ണാണ്. ആ വിവരം അറിഞ്ഞതും പോലീസ് സംഘം ആ ബാങ്കിൽ നിന്ന് ഏകദേശം ഒരു 25 മീറ്റർ മാറി മതിലിന് മുകളിൽ കൂടി മെഷീൻ ഗണ്ണുകളുമായി ആ ബാങ്കിനെ വളഞ്ഞു. ഒരുപാട് വാഹനങ്ങളിലായി ധാരാളം പോലീസുകാർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അത്യന്താധുനിക ആയുധങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ അവിടെ ആ പോലീസുകാർ കൊണ്ടുവന്നു എന്ന് പറയാം. കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് സ്വീഡനിൽ സംഭവിച്ചിരിക്കുന്നത്. വിവരം
മുകൾ തട്ടില് അങ്ങ് പ്രൈം മിനിസ്റ്റർ വരെ അറിഞ്ഞു എന്ന് പറയാം. അധികം ക്രിമിനൽ അക്കൗണ്ടുകൾ ഇല്ലാത്ത ഒരു സ്ഥലമാണ് ആ കാലഘട്ടത്തിൽ സ്വീഡൻ എന്ന് പറയുന്നത്. സ്വീഡനിലെ അന്നത്തെ പ്രധാനമന്ത്രി ശരിക്കും സിനിമയൊക്കെ കണ്ടിട്ട് നടന്ന് വീട്ടിലേക്ക് പോകുന്ന ആളാണ്. അദ്ദേഹം പലപ്പോഴും സൈക്കിൾ ഓട്ടി ഓഫീസിലേക്ക് പോകുന്ന ആളുമാണ്. ഒരു തരം ക്രിമിനൽ ആക്ടിവിറ്റീസും ഇല്ലാത്ത ഒരു സ്ഥലത്ത് മെഷീൻ ഗണ്ണുമായി ഒരാൾ ബാങ്കിലേക്ക് ഇരച്ചു കയറി ആ ബാങ്കിലെ ജീവനക്കാരെ തടങ്കലിലാക്കി എന്ന വാർത്തയ്ക്ക് അതുകൊണ്ട് തന്നെ സ്വീഡനിൽ വല്ലാത്തൊരു പ്രചാരം ഉണ്ടാവുകയാണ്. സകല മേഖലകളിലും ആ വാർത്ത പടർന്നു. അന്നും ടി വി ന്യൂസ് ചാനലുകൾക്ക് ഉള്ള വീടുകളുണ്ട്. അവിടെയൊക്കെ വാർത്ത പെട്ടെന്ന് എത്തിയിരിക്കുകയാണ്. റേഡിയോയിലൂടെ ഏതാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പോലീസുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഹയർ ഒഫീഷ്യൽസ് സാവധാനം ഗണ്ണുകളുടെ അകമ്പടിയോടുകൂടി ആ ബാങ്കിന്റെ ഡോറിന്റെ അടുത്തെത്തി. ആ ഡോറിന് അപ്പുറത്ത് ആ മെഷീൻ ഗണ്ണുധാരി തോക്കുമായി ഉണ്ടാകുമെന്നുള്ള ഒരു ഫീൽ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് അവർ ആ ഡോറിൽ ഒന്ന് തുടങ്ങുമ്പോൾ ഡോറ് അകത്തേക്ക് തുറക്കപ്പെടുകയാണ്. ആ ഡോറ് അടച്ചിട്ടില്ല. അകത്തുനിന്ന് എന്തായാലും മെഷീൻ ഗണ്ണ് കൊണ്ടുള്ള ഒരു ഫയറിംഗ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എല്ലാ വിധത്തിലുള്ള പ്രൊട്ടക്ഷൻ അവിടെ എത്തിയിരിക്കുന്ന ആ പോലീസ് സംഘം എടുത്തിട്ടുണ്ടെങ്കിലും വളരെ ശ്രദ്ധിച്ചാണ് അവർ ആ ഡോറ് വഴി അകത്തേക്ക് കടക്കുന്നത്. ഗണ്ണുകളുമായി അകത്തേക്ക് കിടക്കുന്ന അവര് അകത്തേക്ക് കടന്ന നിമിഷത്തിൽ ശരിക്കും അങ്ങ് നിന്നു പോവുകയാണ്. ആ ബാങ്കിനകത്ത് ഒരു കുഞ്ഞു പോലുമില്ല. അകത്തേക്ക് കയറിയ ഒഫീഷ്യൽസും തോക്കുധാരികളും ശരിക്കും വളരെ ശ്രദ്ധിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അകത്തേക്ക് പതുക്കെ മൂവ് ചെയ്യാണ്. മാനേജറുടെ ക്യാബിനും കാഷ്യറുടെ കൗണ്ടറും മറ്റ് ഉദ്യോഗസ്ഥരിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അവര് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പായിട്ടാണ് മുന്നോട്ട് വെക്കുന്നത്. ഓരോ സ്റ്റെപ്പായി വെച്ച് അവർ ആ എൻറ്റയർ ബാങ്ക് പരിശോധിച്ചു. അവിടെ ഒരാളുമില്ല. ഇനി പരിശോധിക്കാൻ പക്ഷെ ഒരു സ്ഥലം ബാലൻസ് ഉണ്ട്. അത് ആ വോൾട്ട് റൂമാണ്. കറൻസിയും സ്വർണവും രത്നങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന അതേ വാൾട്ട് റൂം. ആ വാൾട്ട് റൂമിന്റെ അടുത്തെത്തിയപ്പോൾ തന്നെ പോലീസിന് കാര്യം മനസ്സിലായി. ആ വോൾട്ട് റൂമിലാണ് ആ തോക്കുധാരി ഉള്ളത്. പോലീസ് പുറത്തു നിന്ന് ആ വോൾട്ട് റൂമിനകത്തുള്ള തോക്കുധാരിയോട് സംസാരിച്ചു. കേൾക്കുന്നുണ്ടോ? മറുഭാഗത്ത് നിന്ന് ഉടൻ തന്നെ പ്രതികരണം ഉണ്ടായി. പക്ഷെ കൃത്യമായ ഒരു സംഭാഷണം നടക്കാൻ കഴിയാത്ത ശരിയിൽ വോൾട്ട് റൂമിന്റെ ചുവരുകൾ നല്ല കട്ടിക്ക് സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ശബ്ദം അങ്ങനെ കടന്നു വരത്തില്ല. എന്നാൽ ഈ വോൾട്ട് റൂമിന്റെ ആ ഡോറിന്റെ ഭാഗത്തുകൂടി അല്പസ്വല്പം ശബ്ദം പുറത്തേക്ക് വരും. അങ്ങനെയാണ് അകത്ത് ബന്ദികളും ആ തോക്കുധാരിയും ഉണ്ടെന്ന ധാരണയിലേക്ക് പോലീസ് എത്തുന്നത്. അതിനകത്ത് ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും അതിനകത്തുള്ള ഓക്സിജൻ ക്രമേണ കുറഞ്ഞു വരും. പിന്നെ ഭക്ഷണം, പ്രാഥമിക കാര്യങ്ങൾ, അങ്ങനെ അനവധി കാര്യങ്ങൾക്ക് ആ വോൾട്ട് റൂമിൽ ഒരു സൗകര്യം ഉണ്ടാവില്ല. വിവരം ഈ സമയത്ത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വീഡന് തീരെ അപരിചിതമായ ഒരു ക്രൈമാണ് ഉണ്ടായിരിക്കുന്നത്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഒലോഫ് പാമ ആ വിഷയത്തിൽ ഇടപെട്ടു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ജാൻ ഓൾസൺ ആവശ്യപ്പെട്ടതുപോലെ അയാളുടെ കൂട്ടാളിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തീരുമാനം മന്ത്രിസഭ എടുത്തു. അതോടൊപ്പം അയാൾ ചോദിച്ച ആ $7 ലക്ഷം കറൻസിയും ഗവൺമെന്റ് അലോട്ട് ചെയ്തു. ഇനി വേണ്ടത് അയാൾക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു വാഹനമാണ്. ആ വാഹനവും ഗവൺമെന്റ് അലോട്ട് ചെയ്തു. ഇതൊക്കെ വലിയ വാർത്തയായിട്ട് റേഡിയോയിലൂടെ ജനം അറിയുന്നുണ്ട്. ഒരു കാരണവശാലും ബന്ദികളുടെ ജീവന് ഒന്നും സംഭവിക്കരുത്. അതാണ് സർക്കാരിന്റെ തീരുമാനം. എന്നാൽ അതേ സമയത്ത് സർക്കാർ ഒരു കാര്യം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ കൊള്ളക്കാരെയും ബന്ദികളെയും ഒരുമിച്ച് ഒരേ വാഹനത്തിൽ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. ആ ഒരു തീരുമാനം അവർ രഹസ്യമായി എടുത്തിരിക്കുന്ന അതേ സമയത്താണ് ഈ ജാൻ ഓൾസന്റെ സുഹൃത്തിനെ മോചിപ്പിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. ജാൻ ഓൾസന്റെ സുഹൃത്ത് ക്ലാർക്ക് ഒലോസൺ ഈ സംഭവം നടക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 300 കിലോമീറ്റർ മാറിയുള്ള ഒരു ജയിലിലാണ് ഇപ്പോൾ പാർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ നിന്ന് വേണം അയാളെ ഈ ബാങ്കിലേക്ക് കൊണ്ടുവരേണ്ടത്. റോഡ് മാർഗം ഈ സമയത്ത് അയാളെ കൊണ്ടുവരുന്നത് ഒരു റിസ്ക്കാണ്. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അകത്തുള്ള 4 ബന്ദികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഒരാളെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ സർക്കാർ ശരിക്കും പ്രതിസന്ധിയിലാവും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ ഉടൻ തന്നെ ഒരു ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്തു. ഈ സംഭവം നടക്കുന്ന ബാങ്കിൽ നിന്ന് 300 കിലോമീറ്റർ മാറിയുള്ള ആ ജയിലിൽ ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. കൽമാർ ജയിലിൽ ആ ഹെലികോപ്റ്റർ വന്നിരിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനാണല്ലോ. അവിടെയുള്ള ഒരു ജയിൽ പുള്ളിയെ ഹെലികോപ്റ്റർ മാർഗം സ്റ്റോക്ക്ഹോമിൽ എത്തിക്കണം. സ്വാഭാവികമായിട്ടും ഈ സമയത്ത് അവിടെ ജയിൽ പുള്ളികളും ജയിൽ വാർഡന്മാരും ഒക്കെ ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ക്ലാർക്ക് ഒലോസിനെ ആ സെല്ലിൽ നിന്ന് പുറത്തെത്തിക്കുമ്പോൾ എല്ലാവരും വല്ലാത്തൊരു വീര ആരാധനയോടെയാണ് ക്ലാർക്കിനെ കാണുന്നത്. ക്ലാർക്ക് പൊതുവെ ആ ജയിലിലെ സഹ തടവുകാരുമായിട്ട് സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ്. തടവുകാരായിട്ട് മാത്രമല്ല ജയിലിലെ ഉദ്യോഗസ്ഥന്മാരായിട്ടും ക്ലാർക്കിന് നല്ല ബന്ധമുണ്ട്.
അവരെല്ലാവരും ക്ലർക്കിന് ലഭിച്ചിരിക്കുന്ന ആ അസുലഭ അവസരത്തിൽ വളരെ സന്തോഷത്തിലാണ്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടാണ് ക്ലർക്കിനെ ആ ജയിലിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം സ്റ്റോക്ക്ഹോമിലേക്ക് കൊണ്ടുപോകുന്നത്. ക്ലർക്കിനെ കൊണ്ട് ഹെലികോപ്റ്റർ പറന്നു പൊങ്ങിയ വിവരം റേഡിയോയിലൂടെ ആളുകൾ അറിഞ്ഞു. പക്ഷെ ഇപ്പോ സർക്കാർ ഒരു പ്രതിസന്ധിയിലാണ്. ഇയാൾ സ്റ്റോക്ക്ഹോമിൽ വന്നിറങ്ങുമ്പോൾ അയാളെ കാത്ത് മാധ്യമങ്ങളുടെ പടയുണ്ടാവും. അവിടെ കണ്ണ് വെട്ടിച്ച് വേണം കക്ഷിയെ ബാങ്കിൽ എത്തിക്കാൻ. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ പെടത്തക്ക ശൈലിയിൽ ഒരു ഹെലിപ്പാഡൊക്കെ തയ്യാറാക്കി പോലീസ് അവിടെ കാവൽ നിൽക്കുകയാണ്. ധാരാളം മാധ്യമങ്ങൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അതേ സമയത്ത് വേറൊരു സ്ഥലത്ത് ഒരു രഹസ്യ താവളത്തിൽ മറ്റൊരു ഹെലിപ്പാഡും തയ്യാറാണ്. ആ രണ്ടാമത്തെ വെന്യൂവിലാണ് ശരിക്കും ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. അവിടെ കറുത്ത വാഹനങ്ങളുടെ ഒരു നിര തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വാഹനങ്ങളിൽ ഒന്നിലേക്ക് ക്ലർക്കിനെ ഉടൻ തന്നെ പോലീസ് മാറ്റി. ആ കറുത്ത കാറുകൾ അതിവേഗം നമ്മുടെ ഈ സംഭവം നടക്കുന്ന ബാങ്കിലേക്ക് തിരിച്ചു. ഈ സമയത്തും നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർ മറ്റേ ഹെലിപ്പാഡുമായി കണക്ട് ചെയ്ത് അവിടെ കാത്തു നിൽക്കുകയാണ്. ഒരു വീരപുരുഷനായി ക്ലർക്ക് മാറുകയാണല്ലോ. ക്ലർക്ക് ചെന്നിട്ട് വേണം അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ. മാധ്യമങ്ങൾ ക്ലർക്കിന് വേണ്ടി അവിടെ എങ്ങനെ ആ ഹെലിപ്പാഡിന്റെ അടുത്ത് കാത്തു നിൽക്കുമ്പോൾ അതേ ക്ലർക്കുമായി ആ കറുത്ത കാറ് ആ ബാങ്കിന്റെ മുന്നിലെത്തുമ്പോൾ അവിടെ ഒരു രസം. അവിടെ നിറയെ ആള് ബാങ്കിന് മുന്നിൽ നിൽക്കുകയാണ്. മാധ്യമങ്ങളുണ്ട്. പോലീസ് പെട്ടെന്ന് ഐഡിയ ഒന്ന് മാറ്റി പിടിച്ചു. അവരെ കാറ് ആ ബാങ്കിന്റെ പുറകിലെത്തിച്ചു. എല്ലാവരും ക്ലർക്ക് വരുന്നത് കാത്തു നിൽക്കുന്നതുകൊണ്ട് ആരുടെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് പോയില്ല എന്നതാണ് സത്യം. പുറകുവശത്തെ വാതിലിനടുത്തെത്തിയ ആ കാറിൽ നിന്ന് ക്ലർക്കിനെ ഇറക്കിയ പോലീസ് സംഘം അതിവേഗം അയാളെ ആ പുറകിലത്തെ വാതിലുകൾ വഴി കടന്ന് അവസാനം ബാങ്കിന്റെ ആ പ്രധാന വാതിലിനടുത്തെത്തിച്ചു. അവിടെ പോലീസിന്റെ കവറിംഗ് ഉണ്ട്. ആ ഭാഗത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ആ ബാങ്കിന്റെ വാതിൽ തുറന്ന് ക്ലർക്കിനെ ഉടനെ ബാങ്കിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അയാളുമായി പോലീസ് നേരെ എത്തിയത് ആ ഓൾട്ട് റൂമിന്റെ അടുത്താണ്. ഓൾട്ട് റൂമിന്റെ അടുത്തെത്തിയതും പോലീസ് ഓൾട്ട് റൂമിൽ തട്ടി അകത്തുള്ള ജാൻ എറിക് ഓൾസനോട് അയാളുടെ സുഹൃത്ത് ക്ലർക്ക് എത്തിയ കാര്യം പറഞ്ഞു. ഈ സമയത്ത് ക്ലർക്കിനെ വിലങ്ങിക്കിട്ട് ആണ് ബാങ്കിൽ പോലീസ് കൊണ്ടുവന്നത്. അവിടെ വെച്ച് ക്ലർക്കിന്റെ വിലങ്ങ് പോലീസ് അഴിച്ചു. ക്ലർക്ക് അകത്തുള്ള ജാനോട് പറഞ്ഞു, ഹേയ് ജാൻ, ഞാൻ എത്തിയട്ടോ. അങ്ങനെ പറഞ്ഞതും ആ ഓൾട്ട് റൂമിന്റെ ആ വാതിൽ ചെറുതായി ഒന്ന് തുറന്നു. അതിന്റെ അകത്തുകൂടി ഒരു ഗണ്ണ് പുറത്തേക്ക് അങ്ങനെ എത്തി നോക്കുകയാണ്. ക്ലർക്ക് ആ ചെറുതായി തുറന്ന ഭാഗത്ത് എത്തിയതും ആ വാതിൽ അല്പം തുറന്ന് ജാൻ ഒറ്റ കൈ കൊണ്ട് ക്ലർക്കിനെ അകത്തേക്ക് പിടിച്ചെടുത്തു. ഉടൻ തന്നെ അയാളെ വാതിലിങ്ങ് അടച്ച് ബോൾട്ട് ഇടുകയും ചെയ്തു. ക്ലർക്കിനെ ജാൻ അകത്തേക്ക് വലിച്ചെടുത്തതും ക്ലർക്ക് ജാനെ കെട്ടിയൊരൊറ്റപ്പെടുത്തും. ജാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ക്ലർക്ക് പറഞ്ഞു, ഏയ് ജാൻ, ഇനി പേടിക്കണ്ട, ഇനി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ശരിക്കും സന്തോഷത്തോടുകൂടിയാണ് ക്ലർക്ക് അത് പറഞ്ഞത്. അയാള് ജാന്റെ പുറത്തു കെട്ടി ജാനെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്. ജാൻ ഈ ആളുകൾക്കൊപ്പം അകത്തേക്ക് കടന്ന ആ നിമിഷം മുതൽ വല്ലാത്ത ടെൻഷനിലാണ്. ക്ലർക്ക് അയാളെ കെട്ടിപ്പിടിച്ച് അയാളുടെ പുറത്തു തട്ടി ഒന്ന് ആശ്വസിപ്പിച്ചപ്പോൾ ജാനും ഒരു ആശ്വാസമായി. ഈ സമയത്താണ് ക്ലർക്ക് അവിടെ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന ആ പുരുഷനെയും 3 സ്ത്രീകളെയും കാണുന്നത്. ക്ലർക്ക് ഉടൻ തന്നെ അവരുടെ അടുത്തേക്ക് എത്തി. ക്ലർക്ക് അവരുടെ നേരെ നടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചുവരിലേക്ക് അങ്ങ് ചാഞ്ഞു പോവുകയാണ്. ക്ലർക്ക് അവരുടെ മുന്നിൽ തറയിൽ ഇരുന്നിട്ട് അവരോട് പറഞ്ഞു, ഏയ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊരു രസമുള്ള പരിപാടിയായിട്ട് കണ്ടാൽ മതി. അങ്ങനെ പറഞ്ഞ ക്ലർക്ക് അവരോട് തമാശകളൊക്കെ പറഞ്ഞു തുടങ്ങി. അവരോട് സംസാരിക്കുമ്പോഴാണ് ക്ലർക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെ അവർക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റീസേ കുറവാണ്. ക്ലർക്ക് അവരോട് ചോദിച്ചു, ഏയ് നിങ്ങൾ ഇത്രയും നേരം എങ്ങനെ ഇവിടെ ഇരുന്നത്? ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ സുഖമായിട്ട് ഇരുന്നൂടെ? അങ്ങനെ പറഞ്ഞ ക്ലർക്ക് അവരെ എണീപ്പിച്ച് അവിടെയൊക്കെ വൃത്തിയാക്കി അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി. അതിനാൽ ക്ലർക്ക് ജാനോട് ചോദിക്കുകയും ചെയ്തു, ജാൻ, ഇവർക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് അവരത് വരുത്തണം, വെള്ളമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആ റൂമിനകത്ത് ക്ലർക്കിന്റെ ആ വരവും ആ ഇടപെടലുകളും ആ റൂമിനകത്ത് അതുവരെ ഉണ്ടായിരുന്ന അന്തരീക്ഷത്തെ ആകെ അങ്ങ് മാറ്റിമറിക്കുകയാണ്. അകത്തുണ്ടായിരുന്ന ആ സ്ത്രീകൾക്കും ആ പുരുഷനും ശ്വാസം നേരെ വീണതുപോലെയായി. അവര് സംസാരിക്കുന്ന അതേ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ, അങ്ങനെ ഒരു ധാരണയാണ് ക്ലർക്കിന്റെ ആ ഇടപെടൽ ആദ്യം അവരിൽ ഉണ്ടാക്കിയത്. നമ്മുടെ ഈ ജാനാണെങ്കിൽ ശരിക്കും ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന കക്ഷിയാണ്. സ്വീഡിഷ് ഭാഷ അയാൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അയാൾക്കൊരു അമേരിക്കൻ ആക്സന്റാ ഉള്ളത്. അത് മറച്ചു പിടിച്ചുകൊണ്ടാണ് അയാള് പാർട്ടി തുടങ്ങാറായെന്ന് നേരത്തെ ആ ബാങ്കിൽ എല്ലാവരും കേൾക്കി പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഇത്തിരിക്കുന്ന ക്ലർക്ക് അങ്ങനെയല്ല. അയാള് സ്വീഡിഷ് ഭാഷയിൽ വളരെ ഭംഗിയായിട്ടാണ് അവിടെയുള്ള ആ ബന്ദികളോട് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചത് മാത്രമല്ല, അവർക്ക് ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കിയ ക്ലർക്ക് അവർക്ക് കുടിക്കാനായി വെള്ളമെടുത്ത് കൊടുക്കുകയും ചെയ്തു. ആളുകളെയൊക്കെ ഒന്ന് കംഫർട്ട് ആക്കി കഴിഞ്ഞതും ക്ലർക്ക് ആ വാതിലിന്റെ അടുത്തെത്തി. വാതിലിന്റെ അപ്പുറത്ത് പോലീസുകാരുണ്ട്, ക്ലർക്ക് കണ്ടതുമാണല്ലോ. ആ വാതിലിനടുത്തെത്തിയ ക്ലർക്ക്
വാതിലിൽ തട്ടി മറുഭാഗത്തുള്ള പോലീസോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ വാതിലിൽ കൂടെ സംസാരിച്ചാൽ കാര്യമൊന്നും കമ്മ്യൂണിക്കേറ്റ് ആവില്ല, ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുക. ക്ലർക്കിന്റെ ആ അഭ്യർത്ഥനയ്ക്ക് ഫലമുണ്ടായി. അല്പസമയം കഴിഞ്ഞതും മറുഭാഗത്തു നിന്ന് പോലീസ് പറഞ്ഞു, ഞങ്ങളുടെ ഒരു ഫോൺ അറേഞ്ച് ചെയ്യാം. ആ ഫോൺ വാങ്ങാൻ വേണ്ടി മാത്രം ക്ലർക്ക് ചെറുതായി വാതിൽ തുറന്നു. ആ വാതിലിന്റെ പുറകിൽ ഗണ്ണുമായി സാക്ഷാൽ ജാൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും പോലീസ് അകത്തേക്ക് ആ ഫോണ് നീക്കി വെച്ചു. ആ ഫോണ് എടുത്തു കഴിഞ്ഞതും ആ വാതിലും കടഞ്ഞു. ആ ഫോൺ അകത്തായത് ഈ ബന്ദികൾക്കും പുറത്തുള്ളവർക്കും ഒരുപോലെ ഒരു പോസിറ്റീവ് സിഗ്നലായി മാറുകയാണ്. പുറത്തുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇതാ ഒരു ടൂളായി. മറ്റത് ഈ വാതിലിൽ തട്ടി ഉറക്കെ വിളിച്ചു പറയുമ്പോൾ പറയുന്ന കാര്യം അവ്യക്തമായിട്ടായിരിക്കും മറുഭാഗത്ത് കേൾക്കുക. ഇപ്പൊ ഇതാ ഫോണായി. ആ നിമിഷം മുതൽ മറുഭാഗത്തുള്ള പോലീസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജോലി ക്ലർക്കിന്റെയാണ്. ഇതുവരെ പോലീസിനോട് തട്ടിക്കേറുന്ന, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ജാൻ ഓൾസന്റെ ആ ദേഷ്യം കലർന്ന ശബ്ദത്തിൽ നിന്ന് മാറി വളരെ സമർത്ഥമായി സംസാരിക്കുന്ന, കൂളായി സംസാരിക്കുന്ന, പോസിറ്റീവായി സംസാരിക്കുന്ന ക്ലർക്ക് രംഗത്തെത്തിയോടുകൂടി മറുഭാഗത്ത് പോലീസിനും ശ്വാസം വീണെന്ന് പറയാം. ക്ലർക്ക് അകത്തുള്ള ബന്ദികൾക്ക് ആവശ്യമുള്ള ഭക്ഷണം, മരുന്ന്, വെള്ളം ഇതൊക്കെ സമയാസമയങ്ങളിൽ പുറത്തുള്ള പോലീസുകാരിൽ നിന്ന് ഈ ഫോണിലൂടെ ആവശ്യപ്പെട്ട് വാങ്ങിച്ചു തുടങ്ങി. ഈ സമയത്ത് സർക്കാരും ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും എങ്ങനെ ഈ ക്രൈസിസ് ഓവർകം ചെയ്യാം എന്നുള്ള ഒരു ആലോചനയാണ് നടത്തുന്നത്. ജാൻ പറഞ്ഞനുസരിച്ച് $7,00,000 അവിടെ എത്തിച്ചിട്ടുണ്ട്, വാഹനവും എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ആ ബന്ദികളെ ആ കൊള്ളക്കാർക്കൊപ്പം പുറത്തേക്ക് ഒന്നിച്ചു വിടാൻ പോലീസ് ഒരുക്കമല്ല. അങ്ങനെ കൊണ്ടുപോയാൽ ആ ബന്ദികളെ അവർ എവിടേക്ക് കൊണ്ടുപോകുന്നു പറയാൻ പറ്റില്ല. ബന്ദികൾ ഇല്ലാതെ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ആ നിമിഷം വെടിയേറ്റ് മരിക്കുമെന്ന് ക്ലർക്കിനും ജാനും അറിയുകയും ചെയ്യും. അതാണ് പ്രതിസന്ധിയുടെ പ്രധാന കാതൽ. സർക്കാർ ആ റോബേഴ്സിനൊപ്പം ബന്ദികളെ വിടില്ല എന്ന ഒരു കടംപിടുത്തം എടുക്കുമ്പോൾ ബന്ദികൾക്കൊപ്പമേ തങ്ങൾ പുറത്തേക്ക് പോകുന്ന കടംപിടുത്തത്തിൽ റോബേഴ്സും എത്തി. രണ്ട് ഭാഗത്തുമുള്ള കമ്മ്യൂണിക്കേഷൻ നിരന്തരം നടക്കണം. അങ്ങനെ നടക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് ഒരു ദിവസം ഇങ്ങനെ കടന്നുപോയത്. പിറ്റേ ദിവസം ക്ലർക്ക് ആ ബന്ദികളോട് പറഞ്ഞു, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ഒരു രസമില്ല, എന്തോരം പണമാണ് ഇവിടെ ഇരിക്കുന്നത്, നമുക്കിതൊന്ന് എണ്ണി നോക്കിയാലോ. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വാൾട്ട്റൂമിനകത്ത് അവർ പെട്ടുപോകുന്നത്. ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ്, അവർക്ക് ഈ വാൾട്ട്റൂമിൽ ഇരിക്കുന്ന നോട്ടുകളെ കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്. എന്തായാലും ക്ലർക്ക് അങ്ങനെ പറഞ്ഞതും ആ ജീവനക്കാർക്കും ഉത്സാഹമായി. അവരുടെ ബാങ്കിലെ പരിപാടിയാണല്ലോ നോട്ടൊക്കെ അടുക്കി പറക്കി കെട്ടിവെച്ച് അത് ഈ വിവിധ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഓരോ അറയായി തുറന്ന് അതിനകത്തുള്ള നോട്ടുകളൊക്കെ എടുത്ത് അടുക്കി കറക്റ്റായിട്ട് കെട്ടുകെട്ടാക്കി വെക്കുന്ന പരിപാടിയിലേക്ക് ആ സംഘവും കടന്നു. ആ 4 പേരും ജാനും ക്ലർക്കും ചേർന്ന് ആ പരിപാടി അങ്ങനെ ചെയ്യുകയാണ്. പതുക്കെ പതുക്കെ ആ ബന്ദികൾക്ക് ക്ലർക്കുമായി ജാനുമായിട്ടും ഒരു അടുപ്പം ഫീൽ ചെയ്തു തുടങ്ങി. ഇതിനിടയിൽ ക്ലർക്കിന്റെ വീര ഇതിഹാസങ്ങളൊക്കെ അവരോട് പറഞ്ഞു തുടങ്ങി. ക്ലർക്ക് ഒരുപാട് തവണ ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടുള്ള ആളാണ്. ആ ഓരോ ജയിൽ ചാട്ടവും എങ്ങനെയാണ് അയാൾ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്തതെന്നും എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ആ കേൾവിക്കാർക്ക് വല്ലാത്തൊരു അതിശയം. നിങ്ങളൊരു സംഭവം തന്നെയെന്ന് ആ ബാങ്ക് ജീവനക്കാർ ക്ലർക്കിനോട് പറയാത്ത നിമിഷമില്ലെന്ന് തന്നെ പറയാം. ഓരോ തവണയും ക്ലർക്ക് അവിടുത്തെ ജീവനക്കാരെ അതിവിദഗ്ധമായി കബളിപ്പിച്ച് ജയിലിൽ ചാടുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ആ ഒരു രസം, ആ ഒരു ത്രില്ല്, അത് അയാൾ ആ ബന്ദികളിലേക്ക് അങ്ങനെ പടർത്തി. അങ്ങനെ ക്ലർക്ക് പതുക്കെ ആ ബന്ദികളുടെ ഒരു ഹീറോ ആയി മാറുകയാണ്. അങ്ങനെ ഈ വീര ഇതിഹാസ കഥകളൊക്കെ പറഞ്ഞു വരുന്നതിനിടയിലാണ് ക്ലർക്ക് പോലീസിനെ കൊണ്ട് കുറച്ച് ചീട്ട് വാങ്ങിപ്പിക്കുന്നത്. അകത്തവർ 6 പേരുണ്ട്, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്. അവര് നല്ല ചീട്ടൊക്കെ സംഘടിപ്പിച്ച് ആ ഡോറ് പതുക്കെ തുറന്നതും അതുവഴി എത്തിച്ചു കൊടുത്തു. ആ ചീട്ട് എത്തിക്കുന്നിടയിൽ പോലീസ് ഒരു കാര്യം കൂടി ചെയ്തു. ചെറിയൊരു മൈക്രോഫോൺ അവര് ആ കവറിൽ ഒട്ടിച്ച് അകത്തേക്ക് ഇട്ടു. ചീട്ട് കൊണ്ടുവന്ന അതേ കവറിനകത്ത് ആ ക്ലർക്കിന്റെ ശ്രദ്ധ പോലും മറച്ചു പിടിക്കത്തക്ക രീതിയിൽ വളരെ ചെറിയൊരു മൈക്രോഫോൺ. ആ മൈക്രോഫോൺ എത്തിയതിനു ശേഷം അതിൽ കേൾക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പോലീസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അകത്ത് അടിപൊളി റമ്മി കളി സ്റ്റാർട്ട് ചെയ്തത് അവരറിയുകയാണ്. 6 പേരും കൂടി ഇരുന്ന് മത്സരിച്ച് കളിക്കുകയാണ്. വിജയിക്കുന്ന ആളെ അഭിനന്ദിക്കും, പരാജയപ്പെടുന്ന ആളെ എല്ലാവരും കൂടെ കളിയാക്കും. അങ്ങനെ പോകുന്ന ഒരു ആക്ടിവിറ്റി. ആ 4 ബന്ദികളും അവരെ ബന്ദികളാക്കി 2 പേരും മത്സരിച്ചാ കളിക്കുന്നത്. അവിടെ ആ 6 പേരും ചേർന്ന് വല്ലാത്തൊരു സൗഹൃദം ഉണ്ടാവുകയാണ്. കളിച്ച് തളരുമ്പോൾ പോലീസിനോട് പറഞ്ഞ് ആവശ്യത്തിന് ഭക്ഷണവും വാങ്ങിക്കും, വെള്ളവും വാങ്ങിക്കും. അതും മുടക്കമില്ലാതെ അങ്ങനെ കഴിയുകയാണ്. അവരുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് ആ റൂമിന്റെ അറ്റത്ത് ലോക്കർ റൂമിന്റെ സൈഡിലായി ഒരു സ്പേസ് ഒക്കെ ഉണ്ടാക്കി അവിടെയാണ്. അതല്ലാതെ വേറെ മാർഗമില്ല. അകത്ത് ഈ ചീട്ട് കളിച്ച് തോക്കുകയും
വിജയിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദമൊക്കെ ഈ മൈക്രോഫോൺ വഴി പുറത്ത് ഫോണിൽ കിട്ടുമ്പോൾ നമ്മുടെ പോലീസിന്റെ കിളി പോയതുപോലെ ആവുകയാണ്. എന്നാലും വിവരം അപ്പപ്പോ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണല്ലോ. ഈ വാർത്ത വായിക്കുന്ന ആളുകളൊക്കെ വല്ലാത്തൊരു അതിശയത്തിൽ. ഇതിനു മുമ്പ് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആളുകൾ ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ട്. ബന്ദികളാക്കപ്പെട്ട ആളുകളും ബന്ദിയാക്കിയ ആളുകളും തമ്മിൽ ഇങ്ങനൊരു ഫ്രണ്ട്ഷിപ്പ് ഇതിനു മുമ്പ് ആരും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വിഷയം ചർച്ച ചെയ്ത് തുടങ്ങിയാണ്. എന്തായാലും അത് നന്നായി, അകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, അവർ സുരക്ഷിതമായി ഇരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഒലഗ് ഭാമ ഈ ബന്ദികളോട് സംസാരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ആ ഫോണ് കണക്ട് ചെയ്യപ്പെട്ടതും ബന്ദികൾ ഒരാൾ ഒലഗ് ഭാമയോട് സംസാരിച്ചു തുടങ്ങി. സർ, അങ്ങയോട് സംസാരിക്കണമെന്ന് ഞാനും മനസ്സുകൊണ്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇവര് രണ്ടുപേരും പാവങ്ങളാ. ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഇവരും ഞങ്ങൾക്കൊപ്പം വേണം. ഇവരെ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല. ഇവര് നല്ല മനുഷ്യരാണ്. പ്രധാനമന്ത്രി ഈ ബന്ദികളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. പക്ഷേ പ്രധാനമന്ത്രിയോട് ആ ബന്ദി പറയുന്നത് ആ ബന്ദികളാക്കിയ ആളുകൾ നല്ല ആളുകളാണെന്നാണ്. അത് കേട്ടാൽ ഏത് പ്രധാനമന്ത്രിയുടെയും കിളി പോവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. എന്നാൽ ഇത് വലിയ വാർത്തയായി മാറി. ഒലഗ് ഭാമയുടെ മുമ്പിൽ ആ ബന്ദി ഒരു റിക്വസ്റ്റ് വെച്ചിരിക്കുകയാണ്. അയാൾക്കും അയാളുടെ ഒപ്പമുള്ള ആളുകൾക്കും പോലീസിനെ ഭയമാണ്. പോലീസ് അവരെ ഉപദ്രവിക്കുമോ എന്നൊരു പേടി അവർക്കുണ്ട്. ആ പേടി അവരെക്കുറിച്ചല്ല, യഥാർത്ഥത്തിൽ ആ ബന്ദികൾ ആക്കാമെന്ന ആളുകളെ കുറിച്ചാണ് ഉള്ളത്. അവരെ പോലീസ് വെടിവെക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ ഒരു മാർഗമേ ഉള്ളൂ. ആ 4 പേർക്കൊപ്പം ആ ബന്ദികളാക്കാമെന്ന ആളുകളെ കൂടി ചേർത്ത് ഒരുമിച്ച് അവിടുന്ന് പോകാൻ അനുവദിക്കുക. എന്താണോ സർക്കാർ ചെയ്യില്ല എന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കാര്യം ചെയ്യണമെന്നാണ് ബന്ദികൾ സർക്കാരിനോട് നേരിട്ട് പറയുന്നത്. അതും ഭരണകൂടത്തിന് തലപ്പത്തിരിക്കുന്ന ആളോട്. അത് സെൻസേഷണൽ വാർത്തയായി മാറിയില്ലെങ്കിൽ അതാണല്ലോ അതിശയം. പുറത്തിപ്പോ ഒരുപാട് ആളുകൾ തടിച്ചു കൂടുന്നുണ്ട്. ദിവസം 3 കഴിഞ്ഞിരിക്കുകയാണ്. മാധ്യമങ്ങൾ അവിടെ തമ്പടിച്ച് നിൽപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ വാർത്ത കിട്ടിയാൽ അപ്പോ അവർക്ക് അവരുടെ സ്ഥാപനത്തെ അറിയിക്കണമല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിനിടയിൽ മാധ്യമങ്ങൾ വിവരമറിഞ്ഞ് സ്റ്റോക്ക്ഹോമിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു സമാധാന സ്ഥലമാണല്ലോ സ്റ്റോക്ക്ഹോം. അവിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് വല്ലാത്ത വാർത്താ പ്രാധാന്യമുണ്ട്. വിദേശ മാധ്യമങ്ങൾ അവിടേക്ക് വന്നതും സർക്കാരിന് ഒരു അസംതൃപ്തി പതുക്കെ ഉണ്ടായി തുടങ്ങിയാണ്. ഈ ക്രൈസിസ് അവസാനിപ്പിച്ചേ പറ്റൂ. അതിന് എന്താണ് മാർഗമെന്ന് നേരത്തെ തന്നെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ ഈ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം പെടുന്നത്. ബാങ്കാണ് താഴെ, മുകളില് ഫ്ലാറ്റാണ്. അനവധി ആളുകൾ അത്തരം ഫ്ലാറ്റുകളിൽ മുകളിൽ താമസിക്കുന്നുണ്ട്. ഈ ഫ്ലാറ്റ് വഴി താഴെ ബാങ്കിലേക്ക് ഇറങ്ങാൻ പറ്റിയാൽ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും. ബാങ്കിന്റെ തൊട്ട് മുകളിലുള്ള ഫ്ലാറ്റിന്റെ തറ തുരന്ന് ലോക്കർ റൂമിലേക്ക് ഇറങ്ങണം. ബാങ്കിന്റെ ലോക്കർ റൂം എവിടെയായിരിക്കും എന്നുള്ള ഒരു കാൽക്കുലേഷൻ സ്വാഭാവികമായിട്ടും ബാങ്കുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. അവരുടെ സഹായത്തോടുകൂടി ബാങ്കിന്റെ ഒരു സ്കെച്ച് പോലീസ് തയ്യാറാക്കി. ഓൾറെഡി ആ ബാങ്കിന്റെ ഒറിജിനൽ സ്കെച്ച് അവിടുത്തെ ഈ ലോക്കൽ ബോഡി ഓഫീസിലുണ്ട്. ആ ലോക്കൽ ബോഡി ഓഫീസിൽ നിന്ന് എടുത്ത ആ സ്കെച്ചും ബാങ്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യങ്ങളും ഒന്ന് ഒത്തു നോക്കിയപ്പോൾ സ്ട്രോങ് റൂം എവിടെയാണെന്ന് വ്യക്തമായ ഒരു ധാരണയായി. ആ ധാരണ അടിസ്ഥാനത്തിൽ മുകളിലുള്ള ഫ്ലാറ്റുകളിൽ ഏത് ഫ്ലാറ്റിന് ഏത് തറ തുറക്കണമെന്ന ഒരു ധാരണയിലേക്ക് പോലീസ് കടന്നു. അങ്ങനെ 3 ദിവസം ഉച്ച കഴിഞ്ഞോടുകൂടി ആ ദൗത്യത്തിലേക്ക് പോലീസ് എത്തുകയാണ്. ആ ഫ്ലാറ്റ് തുറക്കാനുള്ള ദൗത്യത്തിലേക്ക് സർക്കാരിനോട് എല്ലാ വിധത്തിലും സഹകരിക്കുന്ന ആളുകളാണ് ഫ്ലാറ്റുകളിലുള്ളത്. അകത്ത് വിലപ്പെട്ട 4 ജീവനുണ്ടല്ലോ. ഫ്ലാറ്റിന്റെ മുകൾ ഭാഗം ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് പതുക്കെ തുറന്നു തുടങ്ങി. ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് തുറക്കുന്നെങ്കിലും ഇന്നത്തെ വേഗത അന്നത്തെ ആ ഡ്രില്ലിംഗ് മെഷീൻ ഇല്ല. പതുക്കെ ആ ഡ്രില്ലിംഗ് നടക്കുന്നതിനിടയിൽ ആ ഡ്രില്ലിംഗ് മെഷീനോട് അനുബന്ധിച്ച് താഴേക്കിറങ്ങുന്ന ആ കമ്പിയോട് ഘടിപ്പിച്ചുകൊണ്ട് ഒരു അത്യന്താധുനിക ക്യാമറ കൂടി താഴേക്ക് താഴുകയാണ്. വളരെ ശ്രദ്ധാപൂർവം ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ക്യാമറയാണ് താഴേക്ക് താഴ്ന്നു വരുന്നത്. അകത്ത് ഓൾ റൂമിൽ നിന്ന് ചിരിയും കളിയും തമാശകളൊക്കെ മൈക്രോഫോണിലൂടെ അവർ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിലും ശരിക്കും അകത്ത് എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്. ബന്ദി നാടകം 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ആ ക്യാമറ താഴ്ന്നു വരുമ്പോൾ ഏതാണ്ട് ആ ബാങ്കിന്റെ മേൽക്കൂര പൊളിച്ചു എന്ന് തോന്നിയ നിമിഷത്തിൽ പെട്ടെന്നാണ് ആ ഹാളിലൂടെ വെടിയുണ്ടകൾ മുകളിലേക്ക് പാഞ്ഞു വന്നത്. ഈ ക്യാമറ താഴേക്ക് താഴ്ത്തിക്കൊണ്ടിരുന്ന ഒരാളുടെ കയ്യിലേക്ക് തന്നെ വെടിയുണ്ട തറച്ചു കയറി. അയാളുടെ മുഖത്തും വെടിയേറ്റു. 2 സ്ഥലത്തൂടിയാണ് അവര് തുറന്നുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഹാളിൽ വെടിയേച്ച ജാന് 2ാമത്തെ ഭാഗത്ത് തുറക്കുന്ന ശബ്ദം കേട്ടതും 2ാമത്തെ ഭാഗത്തേക്ക് ചെന്ന് വെടിവെച്ചു. ഇതിനിടയിൽ ആദ്യത്തെ ഭാഗത്തൂടി ക്യാമറ ചില വിഷ്വലുകൾ ഒപ്പിയെടുത്തു. ശരിക്കും ഇത് ലോകപ്രസിദ്ധമായി തീർന്ന വിഷ്വലാണ്. വാൾട്ട്റൂമിന്റെ മുകൾ ഭാഗത്തു നിന്ന് എടുത്തിരിക്കുന്ന വിഷ്വലാണ്. വാൾട്ട്റൂമിനകത്ത് ഈ ബന്ദികൾ അവിടെ അങ്ങനെ ചാരിയിരിക്കുന്ന വിഷ്വലാണ്.
ആ ദിവസങ്ങളിൽ ലോകത്തെ എല്ലാ മാധ്യമങ്ങളിലും ഈ ഫോട്ടോ പ്രിന്റ് ചെയ്ത് വന്നു എന്ന് പറയാം. നമ്മുടെ കേരള കൗമുദിയിലേക്ക് മുൻ പേജിലാണ് ആ ഫോട്ടോ ഒന്ന് പ്രിന്റ് ചെയ്ത് വന്നത്. മിക്കവാറും എല്ലാ പത്രങ്ങളിലും അന്ന് ആ ശൈലിയിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അന്ന് തിരുവനന്തപുരം നഗരത്തിൽ കേരള കൗമുദി മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ബാക്കി പത്രങ്ങളെ കുറിച്ചൊന്നും ഇവിടെ ആരും കേട്ടിട്ട് പോലുമില്ല എന്നാണ് സത്യം. അകത്ത് ബന്ദികൾ സുരക്ഷിതരായി ഇരിക്കുന്നു, അതാണ് പ്രധാനപ്പെട്ട വിശേഷം. ആ ഫോട്ടോ, ആ ഒരു മെസ്സേജ് എന്തായാലും നന്നായി കൺവേ ചെയ്തു. ഇനി വാട്ട്സ് നെക്സ്റ്റ്? ആ ഒരു ആലോചനയിലേക്ക് പോലീസ് സംഘവും ഭരണാധികാരികളും കടക്കുകയാണ്. ഇപ്പോ ദിവസം 4ആയി. ഇതിങ്ങനെ തുറന്നുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ, ഇതിനൊരു അറുതി വേണമല്ലോ. ഈ സമയത്ത് അകത്ത് ശരിക്കും നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന സമയമാണ്. ഒരു ലേഡി തണുത്ത് വിറയ്ക്കുന്ന കണ്ടതും ജാൻ അയാളുടെ കോട്ട് ഊരി അവർക്ക് കൊടുത്തു. അയാള് നേരത്തെ കോട്ടൊക്കെ ഇട്ടാണല്ലോ അകത്തേക്ക് വന്നത്. ആ കോട്ട് ആ സ്ത്രീക്ക് തണുപ്പ് കയറ്റാൻ ഉപയോഗപ്പെടുന്നത് കണ്ടതും ആ സ്ത്രീ നന്ദിയോടെ ഒരു പുഞ്ചിരി ജാന് സമ്മാനിക്കുകയും ചെയ്തു. ഇത്തരം ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെ അവർക്കിടയിലുള്ള സകല മഞ്ഞ് ഉരുകി ഒരു ഒറ്റ ടീമായി ആ 6 പേരും അങ്ങ് മാറുകയാണ്. 4ാമത്തെ ദിവസവും 5ാമത്തെ ദിവസവും അങ്ങനെ തന്നെ അങ്ങ് കടന്നു പോവുകയാണ്. ഇതിനിടയിൽ ജാൻ ഓൾസൺ ആ ബന്ദികളിൽ ഒരാൾക്ക് വീട്ടിലോട്ട് സംസാരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ആ സ്ത്രീ ആ കിട്ടിയ അവസരത്തിൽ അകത്ത് ഞങ്ങൾ സുഖമായിരിക്കുന്നെന്നും അവർ 6 പേരും ഒന്നിച്ച് അവിടുന്ന് പുറത്തിറങ്ങുമെന്നൊക്കെയാണ് ബന്ധുക്കളോട് പറയുന്നത്. ഈ സംഭാഷണം റെക്കോർഡിങ്ങിലിരിക്കുന്ന പോലീസിനും അത് കേൾക്കാം. അകത്തുള്ള ബന്ദികളുടെ മനസ്സ് ആ കൊള്ളക്കാരെ കീഴടക്കിയിരിക്കുകയാണ്. ശരിക്കും ഒരു ബാങ്ക് അല്ല കീഴടക്കിയത്, ആ വ്യക്തികളുടെ മനസ്സാണ്. ആ ഒരു ധാരണയിലേക്ക് ഇപ്പൊ പോലീസ് എത്തി. ഒരുപാട് നോട്ട് കെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണല്ലോ ഇവരുള്ളത്. ആ നോട്ടുകൾ ഇവരെ എടുക്കുകയും എണ്ണുകയും അടുക്കി വെക്കുകയും ചെയ്യുന്ന പ്രക്രിയ അങ്ങനെ നടന്നു പോകുന്നു. അതിനിടയിൽ റമ്മി കളിക്കുന്നു, പിന്നീട് അവര് പാട്ട് പാടുന്നു, വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് അതിനകത്ത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പരിപാടിക്ക് കാവൽ നിൽക്കുകയാണല്ലോ നമ്മുടെ പോലീസുകാർ. അവര് ശരിക്കും അക്ഷമരാണ്. പുറത്ത് മാധ്യമങ്ങളുണ്ട്, അതുപോലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ പ്രതിനിധീകരിച്ചുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. മെഡിക്കൽ ടീമും എല്ലാം പുറത്ത് സജ്ജരാണ്. എത്ര ദിവസം വെച്ച് അവരിങ്ങനെ കാത്തിരിക്കുക. ഇതിനൊരു അറുതി വേണ്ടേ? എങ്ങനെ ഈ പരിപാടി അവസാനിപ്പിക്കാം? ആ ഒരു ചിന്തയിലേക്ക് ഈ പോലീസ് സംഘവും ഭരണാധികാരികളും കടക്കുമ്പോൾ ഒരു ആശയം അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അകത്തുള്ള ബന്ദികൾ, അവരെ ബന്ദികളാക്കിയ ആളുകളുമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അടുപ്പം അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ വിഷയം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ സർക്കാരിന് ആ വിഷയം അങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നതിൽ ഒരു താല്പര്യമില്ല. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഓരോ പാമയ്ക്ക് മുകളിൽ പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വിഷയം സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വിളിക്കുന്നത്. സ്വീഡനെ സുരക്ഷിതമായ ഒരു സ്ഥലമായിട്ടാണ് സാധാരണ ആളുകൾ വിലയിരുത്തുക. ആ സ്ഥിതിക്ക് ഈ ഒരു സംഭവം നീണ്ടുപോകുന്നത് നല്ലതല്ല. ആ ഒരു ധാരണ വ്യക്തമായും ഉറച്ച സർക്കാർ പരിപാടി അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം പോലീസിന് കൊടുത്തു. വിദഗ്ധരുടെ വൻ സന്നാഹം ആ നിമിഷം മുതൽ ആ പരിപാടി ക്ലോസ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. അതിന് അവര് തിരഞ്ഞെടുത്തത് അവര് ഉണ്ടാക്കിയെടുത്ത ആ 2 ഹാളുകളാണ്. ഓഗസ്റ്റ് 28 രാത്രിയാണ് ആ ഹാളുകൾ ഉപയോഗിക്കാനായി അവർ തീരുമാനിച്ചിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ എയർ സർക്കുലേഷൻ കറക്റ്റ് നടക്കുന്ന ആ ഹാളുകൾ വഴിയാണ്. എയർ സർക്കുലേഷന് വേണ്ടിയാണ് ആ ഹാളുകൾ ഉണ്ടാക്കിയതെന്ന് ജാനിനോട് പറഞ്ഞതുകൊണ്ടാണ് അയാൾ അവസാനം വെടിവെപ്പൊക്കെ നിർത്തിയത്. ആ ഹാൾ വഴി ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് മൈക്രോഫോണും ക്യാമറയൊക്കെ ഇറക്കി നമ്മുടെ പോലീസ് സംഘം വിഷ്വലൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ട്. അതേ ഹാൾ വഴി അവര് കണ്ണീർ വാതകം അകത്തേക്ക് കടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കണ്ണീർ വാതകം അകത്തേക്ക് കടക്കുമ്പോൾ അകത്തുള്ള ആളുകളുടെ കണ്ണ് എരിഞ്ഞു തുടങ്ങി. രാത്രി 8:30 മണിയോടുകൂടി സാവധാനം ആ ഹാൾ വഴി കണ്ണീർ വാതകം താഴേക്ക് വന്നു തുടങ്ങി. പതുക്കെ ആ വാതകം അങ്ങ് ആ വാൾട്ടിനകത്ത് നിറഞ്ഞതും അകത്തുള്ള 6 പേരും ചുമ തുടങ്ങി. ശരിക്കും ഈ കണ്ണീർ വാതകം നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. ആ ഇറിറ്റേഷൻ അങ്ങ് കൂടിയതും 9 മണിയോടുകൂടി ആ ഓൾഡ് റൂമിന്റെ കുറ്റിയെടുത്ത് ജാൻ ഉറക്കെ പുറത്തേക്ക് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ കീഴടങ്ങുന്നു. പക്ഷെ അവരെ കീഴടങ്ങാൻ മുന്നോട്ട് വന്നതും ആ 4 ബന്ദികളും അവരുടെ മുന്നിൽ കയറി അങ്ങ് നിന്നു. അവരെ അങ്ങനെ പോലീസിന് വിട്ടുകൊടുക്കില്ല എന്ന് ആ ബന്ദികൾ. ആ 4 പേരും ആ 2 പേരെയും വളഞ്ഞു നിൽക്കുമ്പോഴേക്കും എല്ലാ സന്നാഹങ്ങളുമായി പുറത്ത് കാത്തു നിൽക്കുന്ന പോലീസ് ആ ഓൾഡ് റൂമിൽ അവർ പുറത്തു നിന്നിട്ട് ആ പൂട്ടുകളൊക്കെ മാറ്റി. വാതില് മലർക്കെ തുറക്കപ്പെട്ടു. അകത്ത് നല്ല പുകയാണ്. ആ പുകയ്ക്കകത്തുനിന്ന് ആ 6 അംഗ സംഘം പുറത്തേക്ക് വരികയാണ്. പുറത്ത് ഇതേ ശൈലിയിൽ എല്ലാ പോലീസുകാരും മാസ്ക് ഒക്കെ വെച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ ആ മാസ്ക് വെച്ച ആളുകൾ ഗണ്ണുകളുമായി ആ 6 അംഗ ടീമിനെ വളഞ്ഞ് അതിൽ നിന്ന് ജാനിനെയും അതേപോലെ ക്ലർക്കിനെയും പൊക്കി. അവരെ പിടിക്കാൻ ചെന്നപ്പോ ബാക്കി 4 പേര് സമ്മതിക്കില്ല പിടിക്കാൻ. അവരെ അറസ്റ്റ് ചെയ്തത് അവർ പാവങ്ങളാണ്. ആ സ്ത്രീകളും കൂടെയുള്ള പുരുഷനും അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുകയാണ്. ശരിക്കും ഈ ആളുകളുമായി ബാങ്കിന്റെ പുറത്തേക്ക് അവരെത്തുമ്പോ
ഈ ബന്ദികൾ ഓടിച്ചെന്ന് ജാനിനെ ക്ലർക്കിനെ കെട്ടിപ്പിടിച്ച് അവരെ തുരുതുര ഉമ്മ വയ്ക്കുകയാണ്. ഒരുപാട് മാധ്യമങ്ങൾ ആ രാത്രിയിലും അവിടെ കാത്തു നിൽക്കുമ്പോഴാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ബന്ദികൾ അവരെ ബന്ദികളാക്കിയ ആളുകൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകുന്ന ഒരു സീൻ കാണേണ്ടി വരുമെന്ന ഒരു ചിന്ത പോലും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയ സമയത്തിന് അവരുടെ ഫ്ലാഷുകൾ ഓണായി. ചില മാധ്യമങ്ങൾക്കെങ്കിലും ആ ചിത്രം കിട്ടുകയും ചെയ്തു. ആംബുലൻസ് ഒക്കെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണല്ലോ. ആ ആംബുലൻസിലേക്ക് ആ ബന്ദികളെ കയറ്റപ്പോ ആ ബന്ദികൾ ഉറക്കെ ജാനിനോടും ക്ലർക്കിനോടും വിളിച്ചു പറയണം, ഭയക്കേണ്ട, നമുക്ക് വീണ്ടും കാണാം, ഞങ്ങളുടെ കൂടെയുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ബന്ദികളുടെ ആ വാചകം സ്വാഭാവികമായിട്ട് സകല മാധ്യമങ്ങളും കേട്ടു. ആ ആംബുലൻസ് അവിടെ നിന്ന് നീങ്ങുമ്പോഴും ആംബുലൻസിലൂടെ ജാനിനും ക്ലർക്കിനും ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നാലംഗ ടീം. എന്തായാലും ജാനിനെയും ക്ലർക്കിനെയും പോലീസ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവന്നു. വൻ മാധ്യമപ്പട അവിടെ ഹാജരാണ്. എന്തായാലും അകത്തുള്ള ബന്ദികൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നത് ഒരു വല്ലാത്ത ആശ്വാസകരമായ കാര്യമായി സർക്കാരിനും ഫീൽ ചെയ്യാണ്. ഇവരെ തെളിവെടുപ്പിനായി പിന്നീട് ബാങ്കിലേക്ക് കൊണ്ടുവന്ന ദിവസം ശരിക്കും അവരെ വീരന്മാരെ പോലെയാണ് ആളുകൾ എതിരേറ്റത്. വിചാരണയ്ക്ക് ഇവരെ റെഡിയാക്കുന്നതിനിടയിൽ ഒരു സമയമുണ്ടല്ലോ. ഈ സമയത്ത് ഇവരുടെ വിചാരണ ചെലവ് വഹിക്കാൻ വേണ്ടി ഈ ബന്ദികൾ തന്നെ ഒരു ഫണ്ടൊക്കെ സ്വരൂപിച്ചു തുടങ്ങി. ആ രണ്ടുപേർക്കും ഒരു തരത്തിലും ശിക്ഷ ലഭിക്കരുതെന്നാണ് ആ നാലുപേരും ആവശ്യപ്പെടുന്നത്. അവര് അതിനുവേണ്ടി ആളുകളെ സ്വരൂപിക്കുകയാണ്, ആളുകളിൽ നിന്ന് പണവും സ്വരൂപിക്കുകയാണ്. കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ഏതായാലും കോടതിയിൽ കേസെത്തി. ആ നാലുപേരും രണ്ടുപേർക്കും അനുകൂലമായിട്ടാണ് കോടതിയിൽ മൊഴി നൽകിയത്. അവരുടെ ഒരു വിധത്തിലും മോശമായി പെരുമാറാത്ത ആ രണ്ടുപേരും അവരെ നാലുപേരെയും കംഫർട്ടാക്കാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറയാൻ ആ നാലുപേർക്കും വല്ലാത്ത ഉത്സാഹം. മാധ്യമങ്ങൾ അതും റിപ്പോർട്ട് ചെയ്തു. ക്ലർക്കിന്റെ വിചാരണ വേഗം കഴിഞ്ഞെന്ന് പറയാം. ക്ലർക്കിന് ഈ കേസിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ക്ലർക്കിനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയ കോടതി അയാൾ വന്ന് ജയിലിലേക്ക് മടക്കി അയച്ചു. ബാക്കിയുള്ളത് ജാനാണ്. ജാനിന്റെ വിചാരണ കഴിഞ്ഞപ്പോൾ ജാനിന് കോടതി വിധിച്ചത് 10 കൊല്ലത്തെ തടവാണ്. ആ തടവിന് ശിക്ഷിക്കപ്പെട്ട ജാൻ ജയിലിലായിരിക്കുന്ന സമയത്ത് ഈ 4 പേരും ജാനിന് നിരന്തരമായി കത്തെഴുതുമായിരുന്നു. ആ ബന്ധം അവര് നിലനിർത്തി എന്നതാണ് സത്യം. 80ന്റെ തുടക്കത്തിൽ നല്ല നടപ്പ് പരിഗണിച്ചുകൊണ്ട് ജാനിന് ശിക്ഷ ഇളവ് കിട്ടി. അയാൾ ജയിലിൽ നിന്ന് മോചിതനായപ്പോൾ നേരെ പോയത് തായ്ലൻഡിലാണ്. 15 കൊല്ലക്കാലം അയാൾ തായ്ലൻഡിൽ താമസിച്ചതിന് ശേഷം വീണ്ടും അയാൾ സ്റ്റോക്ക്ഹോമിലേക്ക് മടങ്ങിയെത്തി. അവിടെ ഒരു സാധാരണക്കാരനായി ജാൻ ജീവിച്ച കഥയൊക്കെയാണ് പിന്നീട് നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുള്ളത്. ഈ കഥ നിങ്ങളോട് പറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സംഭവം നടന്ന സ്ഥലവുമായി ബന്ധിപ്പിച്ച് പ്രചരിക്കുന്ന ഒരു വാചകമുണ്ട്. അത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നാണ്. സ്റ്റോക്ക്ഹോം ബേസ് ചെയ്തുള്ള ഒരു അസുഖമെന്നോ അസുഖ ലക്ഷണമെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. അതിന് ഒരു പ്രത്യേകതയുണ്ട്. ബന്ദിയെ ആക്കിയ ആളുകളോട് തോന്നുന്ന ആ ഒരു സ്നേഹം, അടുപ്പം, അതിനാണ് ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുക. അത് ബന്ദികളാക്കുന്ന ആളുകളോട് മാത്രമല്ല, നമ്മളെ ഉപദ്രവിക്കുന്ന ആളിനോട് നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടം. അങ്ങനെയും സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുക സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നാണ്. രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത്, ഈ കഥ നടക്കുന്ന സമയത്ത് സ്വീഡനിൽ വളരെ വളരെ കുറച്ച് ക്രൈം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഈ 2022-23 ഒരു കണക്ക് ഞാൻ എടുക്കുമ്പോൾ അവിടെ എന്തോരം പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1700-ലധികം തോക്ക് ഉപയോഗിച്ചുള്ള അക്രമം ആ വർഷം മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കവർച്ച കേസുകൾ, കൊലപാതകങ്ങൾ, അങ്ങനെ പലതും സ്വീഡനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. എല്ലാ സ്ഥലത്തുനിന്നും അവിടേക്ക് മൈഗ്രൻസ് ആയി ആളുകൾ എത്തിയതോടുകൂടി അവിടുത്തെ കൾച്ചറിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മോഷണവും പിടിച്ചുപറിയും മറ്റ് അസാൻമാർഗിക നടപടികളൊക്കെ സ്വീഡനിലും ഒരു സർവ്വസാധാരണമായ സംഭവമായി മാറുകയാണ്. ഇത് സ്വീഡന്റെ മാത്രം ഒരു പ്രശ്നമല്ല. യൂറോപ്പിലെ എമ്പാടുമുള്ള രാജ്യങ്ങളിലും US-ലും അതുപോലെ ബ്രിട്ടനിലും നമ്മൾ ഈ കാഴ്ച കാണുന്നുണ്ട്. ലോകത്തെമ്പാടുമുള്ള മൈഗ്രൻസ് ഈ രാജ്യങ്ങളെ കുട്ടിച്ചോറാക്കുന്ന അതീവ ഭീകരമായ കാഴ്ചകളാണ് പലപ്പോഴും നമ്മൾ പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും അറിയുന്നത്. ഒരു ശ്രദ്ധ അതാത് സ്ഥലത്തെ ഭരണകൂടങ്ങൾ എടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാണെന്നുള്ളതിന്റെ ഒരു സൂചനയാണത്. ഇവിടെ ഒരുപാട് മൈഗ്രന്റ് ലേബേഴ്സ് കേരളത്തിൽ വരാറുണ്ട്. ആ മൈഗ്രന്റ് ലേബേഴ്സ് എല്ലാ വർഷവും ഒത്തിരിയേറെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ബന്ധപ്പെടുന്നതിന്റെ കഥകൾ ഞാൻ തന്നെ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ക്രിമിനൽ കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പക്ഷെ അവരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇത് ലോകത്ത് എല്ലായിടത്തും ബാധകമാണ്. മൈഗ്രന്റ് ലേബേഴ്സ് എല്ലാ രാജ്യത്തും അനിവാര്യമാണ്. പക്ഷേ അവരിൽ ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളെയും അതില്ലാത്ത ആളുകളെയും തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി, അതാണ് ഭരണകൂടങ്ങൾക്ക് മിസ്സായിരിക്കുന്നത്. അതിന്റെ ദൂഷ്യഫലം അനുഭവിക്കേണ്ടി വരുന്നതോ സാധാരണ ആളുകൾ. ആ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കഥ ഇന്ന് തിരഞ്ഞെടുത്തത്. ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.